ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. നമ്മളിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാട്ടോ. ലണ്ടനിൽ നിന്ന് നേരെ തമാശയല്ല, കാര്യം പറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തമിഴ്നാടാണ്. ലണ്ടനിലും ഒരു തമിഴ്നാടുണ്ട്. പണ്ട് കാലത്ത് ശ്രീലങ്കയിൽ നിന്നും മറ്റുമൊക്കെ ഇവിടെ വന്ന തമിഴ് വംശജർ, തമിഴ് സംസാരിക്കുന്ന തമിഴ് വംശജർ ഈ ലണ്ടനിലെ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ മുഴുവനും ഏഷ്യൻ വംശജരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് ഭാഷക്കാരൊക്കെ താമസിക്കുന്ന ഒരുപാട് ആന്ധ്രക്കാർ ഒരുപാടുണ്ട്. ഓഫ്കോഴ്സ് അതിൽ നമ്മുടെ കുറച്ച് മലയാളികളുണ്ട്. അപ്പം ശരിക്കും ഞാനിത് നാട്ടിൽ നിന്ന് കേട്ടിരുന്നു. അപ്പോൾ എനിക്കൊന്നല്ല എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ന്യൂസ് പേപ്പേഴ്സൊക്കെ ഈ ഒരു സിറ്റിയെ പറ്റി കവർ ചെയ്യും. ഇറ്റ്സ് എന്താ പറയുക, ഈ ലണ്ടൻ്റെ നടുവിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ലൂട്ടിനെ പറ്റി അവിടെ കുറച്ചൊരു പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരാണ് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏഷ്യൻ വംശത്തിലുള്ള ഈ ശ്രീലങ്കൻ അല്ലെങ്കിൽ ഇന്ത്യൻസ് കൂടി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് അത്ഭുത കാഴ്ചകളാണ്. എന്ന് വെച്ചാൽ തമിഴ് ബോർഡുകളുണ്ടാവും, അതുപോലെ ചില സ്ഥലങ്ങളിൽ മലയാളം ബോർഡുകൾ ഓഫ്കോഴ്സ് ഉണ്ട്. കാരണം മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ, മലയാളം ബോർഡുകളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നാടൻ ഫുഡുകളൊക്കെ കിട്ടും. തമിഴ്നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പരിപാടികളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ റോഷൻ ബ്രോ ഉണ്ട്, ഷെറിമോനുണ്ട്, ഷെറിമോൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഏതായാലും എക്സ്പ്ലോർ ചെയ്യാം. മാസ്ക് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ സ്ട്രീറ്റിലേക്കൂടെയാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് തിരക്കുണ്ടാവും, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആരും സ്കിപ്പ് ചെയ്തോ, കാരണം ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ മിസ്സാവും. ഓക്കെ, ഇതാണ് ശരിക്കും ഈസ്റ്റ് ഹാമിലെ സ്റ്റേഷൻ കേട്ടോ. ഇവിടുത്തെ സ്റ്റേഷനാണ്. അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കാഴ്ചയാണ് നിങ്ങളുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഒരിക്കലും ലണ്ടനിലുള്ള നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഇപ്പം ബിൽഡിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥലങ്ങളായിക്കോട്ടെ, കംപ്ലീറ്റ്ലി ഒരു തമിഴ്നാട് വൈബാണ്. കറക്റ്റ്, നിങ്ങൾ കണ്ടോ, നമ്മൾ കാണുന്ന ആൾക്കാരായിക്കോട്ടെ ഇവരൊക്കെ ഒരു തമിഴ് അല്ലെങ്കിൽ ആ ഒരു ഏഷ്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ഈ വണ്ടികളുടെ നമ്പർ പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് വണ്ടികളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെയുള്ളത്. ഏതാ? അതെ, പ്രിയ റെസ്റ്റോറൻറ്റ് അപ്പുറം ഫുജി ഫിലിമിൻ്റെ ബോർഡുണ്ട്. ബ്രോ പറ, ബ്രോന് അറിയാവുന്ന കാര്യങ്ങൾ പറ. എന്താ ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് ഇപ്പോൾ എത്ര വർഷം ഇപ്പം ഇങ്ങനെ? ഇവിടെ ഈ സ്ട്രീറ്റ് ഞാൻ വന്ന മുതൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. 12 വർഷമായിട്ട് ഇവിടെ കൂടുതൽ ശ്രീലങ്കൻസ് ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ശ്രീലങ്കൻസും പിന്നെ പാകിസ്ഥാനികളുമായിട്ടുള്ള മിക്സ് പോപ്പുലേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ ഇവർ ഫസ്റ്റ് വേൾഡ് വാറിന് മുന്നേ തന്നെ ഇവിടെ ശ്രീലങ്കൻസ് കുടിയേറി പാർത്തിട്ട് അവരുടെ കയ്യിലാണ് ഈ ഏരിയ മൊത്തം ഉള്ളത്. ഇവിടുത്തെ ഹോട്ടൽസ് നോക്കുകയാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കൂടുതൽ ഇവിടെ കുടിയേറി പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം നമ്മളെ ഒരു എന്താ പറയാ, കോയമ്പത്തൂർ ഉള്ള ഒരു ടച്ചാണ് ഇവിടെ ഉള്ളത്. കോയമ്പത്തൂർ പോയല്ലേ? അതെ, ഇവിടെ മസാല വസന്ത വില്ലാസ് കണ്ടോ. ഓക്കെ, ഫൈൻ. വസന്ത വില്ലാസ്, ഈസ്റ്റാം ബാഗ്, നാട്ടിൽ അതുപോലെ തന്നെ നാട്ടിലത്തെ ഒരു ഷോപ്പിൽ പോയി ആ ഒരു ഫീൽ ഉണ്ടോ നിങ്ങൾ? മൂളി ഉണ്ടല്ലോ നാട്ടിലത്തെ. ഏതാ മൂളി എന്ന് വെച്ചാൽ? അടിപൊളി. ചൂല് ഇതൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടുന്നല്ലോ. അതെ അതെ. അപ്പോൾ ഈ വക കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏരിയകളിൽ വന്നാലേ എന്താവുള്ളൂ അവൈലബിൾ ആവുള്ളൂ. അത് റേറ്റും കുറച്ച് കുറവായിരിക്കും. റേറ്റും കുറച്ച് കമ്പാരിറ്റീവ്ലി നല്ല ചീപ്പ് റേറ്റ് ആണ് ഇവിടെ. ഓക്കെ, ഫൈൻ. ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ് കമ്പയർ ടു എനി അതർ ലൊക്കേഷൻ. ലണ്ടനിലെ ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. ഇഷ്ടം. അപ്പോൾ ശരിക്കും ഇവിടെ ജീവിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ലത്. ഇവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും കൂടി നല്ലത്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ് ലൈഫിലൊക്കെ ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതെ, നാട്ടിൽ പോയൊരു ഫീൽ നിങ്ങളുണ്ട്. സ്റ്റോർസ് ഉണ്ടത് ശരിക്കും നാട്ടിൽ പോയി ആ ഒരു ഫീൽ കിട്ടുള്ളത്. ഷോപ്പിൻ്റെ പേരുകളും ഭയങ്കര രസമാണ്. വരുമ്പോൾ കവർ ചെയ്യാം. ഓക്കെ, അപ്പുറ സൈഡ് ഞാൻ കാണിച്ചു. ഇവിടെ അടുത്ത സൈഡ് ഒരു അമ്പലം കണ്ടോ. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് വെച്ചിട്ട് അവർ ഈ ഭക്തിയുടെ കാര്യത്തിൽ ഭയങ്കര മുൻതൂക്കാണ്. പക്ഷേങ്കിൽ ഭക്തിയുള്ളൂ, വർഗീയതയില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ കണ്ടിടത്തോളം പറയുന്നത്. അപ്പോൾ അതെ, ഒരു അമ്പലം ഇവിടെയുണ്ട് തമിഴ്നാട്ടുകാരുടെ. വീക്ക്ലി 2 ദിവസം 1-2 ദിവസം ഇവിടെ ഫ്രീ ഫുഡ് ഉണ്ട് ഈ ഒരു അമ്പലത്തിൽ. എല്ലാ മതസ്ഥർക്കും കിട്ടും. എല്ലാ മതസ്ഥരും ആർക്കും അങ്ങനെ ഒരു ജാതി മതഭേദമന്യേ ആര് വന്നാലും അവിടെ ബാക്ക് ഡോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു ബാക്ക് ഡോർ. ആൾക്കാർ കയറുന്നത് അതിലൂടെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് കിട്ടും. അങ്ങനെ മതമോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ എന്നുള്ള യാതൊരു വകതിരിവില്ലാതെ തന്നെ അവർക്ക് വരാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ. പിന്നെ ടെന്നസി ചിക്കൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇത് ആക്ച്വലി അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ക്യാഷ് ആൻഡ് കാരി. അതാ, ശശിയേട്ടൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെയുണ്ട്.
ഇവരൊരു പഴയ അമ്പലം ഇതിന്റെ അപ്പുറമായിരുന്നു. 2010-11 മുതൽ ഇത് പുതുക്കി പണിഞ്ഞിട്ട് ഇവിടെ വേറെ ഹൗസിംഗ് ഷോപ്പായിരുന്നു. പൊളിച്ചിട്ട് മറ്റേ വലിയ അമ്പലമാക്കിയതാണ്. ലണ്ടൻ ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ അല്ലേ? അതെ, മഹാലക്ഷ്മി. ഓക്കെ ഓക്കെ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ്. ഏത് ഈ ലണ്ടനിലെ? ആ, ലണ്ടനിലെ. ഓക്കെ. പിന്നെ മൂപ്പർക്ക് അതിനെപ്പറ്റി കുറച്ച് അറിവുകളുണ്ട്, മൂപ്പരും കൂടി നടക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടി എളുപ്പമില്ലേ ഓരോ ഷോപ്പുകളും. കേരള റെസ്റ്റോറൻറ്റ്, അനന്തപുരം കേരള റെസ്റ്റോറൻറ്റ്. മലയാളികളുണ്ടല്ലേ? SSR ടെക്സ്റ്റൈൽസ്. നിങ്ങൾ അവിടെ കാണുന്നത് ശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയേട്ടൻ്റെ അതാ ഈ സൈഡിലുണ്ട്, ശക്തി ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കണ്ടെടുത്തോളം വെച്ചാൽ കോവിഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നല്ല ബിസി സ്ട്രീറ്റ് ആയത്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഇപ്പം കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ എല്ലാം റിക്കവർ ആയി വരുന്ന പ്രതീക്ഷിക്കുന്നല്ല ബ്രോ. ജൂൺ മിഡ് ആകുമ്പോഴത്തേനും ഒരു ഇതെല്ലാം ഓപ്പൺ ആവും, കംപ്ലീറ്റ്ലി ഓപ്പൺ. ഇത് ഈ ഷട്ടറാണ്, ഈ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ക്ലോസ് ആണ്. അക്ഷയ ഈ ഷോപ്പിൻ്റെ പേര് ജ്വല്ലറി. സഗന. സഗന ജ്വല്ലേഴ്സ്. അക്ഷയ തൃതീയ. അതുണ്ടല്ല പോസ്റ്റർ. പോസ്റ്റർ ഉണ്ടല്ലോ, അക്ഷയ തൃതീയൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ തമിഴ്നാട് ടച്ച് കൊടുത്തിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ കോയമ്പത്തൂരല്ല ഉള്ളത്, നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ആമിൽ കേട്ടോ, ലണ്ടനിൽ. ഇത് രഘു എസ്റ്റേറ്റ് ഏജൻറ്റ്, എൻ്റെ പേരാണ്. ഫിഷ് ആൻഡ് വെജിറ്റബിളിൻ്റെ സ്റ്റോറാണ്. വളരെ നീറ്റായിട്ട് വൃത്തിക്ക് വെച്ചിട്ടുണ്ട്, പൈസയിൽ വെച്ചിട്ട്. ഏതാ? ചൗധരി നോർത്ത് ഇന്ത്യ അല്ലേ? ഓക്കെ. ഇത് ഉണ്ട്, ബസ് വന്നു, ആൾക്കാർ ഇപ്പോൾ അതിൽ കയറുന്നുണ്ട്. ഇതൊരു പള്ളിയാണോ? ഏതാ പള്ളി? ഇതല്ലേ? ആ, ഓക്കെ ഓക്കെ. നേവ ഒരു മുസ്ലിംസ് മസ്ജിദ് കേട്ടോ. ഫേസ് മാസ്ക് ഒക്കെ വേണമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലിയാണ് ഷോർട്ട് കൊണ്ടുപോകുന്നത്. ഇതായിരുന്നു പഴയ ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ. ഇവരെ പഴയ ടെമ്പിൾ. ഇത് അവിടുന്ന് ക്ലോസ് ആണ്, ഇത് അവിടെ പുതുക്കിയിട്ട് ആ വലിയ ടെമ്പിൾ ആക്കിയതാണ്. ഓക്കെ. പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്, എൻ്റെ ക്യാമറയിൽ നിങ്ങൾ കണ്ടോ, വെളിച്ചം നിങ്ങൾക്ക് ചെറിയൊരു ഡാർക്ക് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലണ്ടനിൽ ആക്ച്വലി ക്ലൈമറ്റ് അങ്ങനെ കേട്ടോ, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റാണ്, എപ്പോഴും മൂടിക്കെട്ടിയ പോലെ. അതുകൊണ്ടാണ്. ഇവിടെ കണ്ടോ ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ. ഇതാണ് ഇവിടുത്തെ അമ്പലം, പഴയ അമ്പലമാണ്. അതിപ്പോൾ മാറ്റി പുതിയതായി. പിന്നെ നടക്കുന്ന പാതയൊക്കെ നല്ല വൃത്തിയുണ്ട്, വൃത്തിയുടെ കാര്യത്തിലൊന്നുമില്ല. ഇത് ഈ എന്താ പറയുക, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടുകാരുടെ മെയിനാണെന്ന്. കാരണം ഈ ഹിന്ദുമത വിശ്വാസികളുടെ അവർ പൂജക്കിൽ ഉപയോഗിക്കുന്നതും അതുപോലെ വീട്ടിൽ വെക്കുന്നില്ലേ, അതിലൊക്കെ ഒരുപാട് ഈ പിച്ചളയിൽ അതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് രൂപ കൂടുതലാണ്. അപ്പോൾ ഗണപതിയൊക്കെ വരുന്നുണ്ട്. ഇത് ഗണപതിയാണ്. ഇത് സത്യസായി ബാബ. അതുപോലെ ഇത് മഹാവിഷ്ണു. മഹാവിഷ്ണു, അതെ, മറ്റേ പാമ്പുണ്ട് കലയിൽ മഹാവിഷ്ണുവാണ്. ഓക്കെ. ആ ഒരു പ്രതിമ കേട്ടോ. നിങ്ങൾ നോക്കി ഒരു ഫ്രെയിമൊക്കെ ഉള്ളത്, നമ്മളിപ്പോൾ കോയമ്പത്തൂർ പോയല്ലേ കാണുമ്പോൾ ആ ഒരു ഫ്രെയിം കാണുമ്പോൾ. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാറായിരുന്നു, വിളിച്ച് പറയൂ ആരെങ്കിലും വരുമ്പോൾ ഇത് കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഈ ലണ്ടനിൽ തന്നെ, സ്പെഷ്യലി ഈസ്റ്റാൻ പോലത്തെ സ്ഥലത്ത് അവൈലബിൾ ആണ്. ഓക്കെ. ആയാലും ഭക്ഷണമായാലും ഫുഡും പിന്നെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഓ, അടിപൊളിയാണല്ലോ ഈ ആരാ ഡെൻഡൽ. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ കാണിക്കുന്ന ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷുകാരെ കാണാൻ പറ്റില്ല, വളരെ കുറവാട്ടോ. ഇവിടെ ഈ ഏഷ്യൻസ് തന്നെ, നമ്മൾ ഇപ്പറ തന്നെ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ലുക്കാണ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേസ് ചൂസ് ചെയ്തത്. സൂര്യ ജ്വല്ലറി കടയാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ഇംഗ്ലീഷ് ആയിരിക്കും ഈ ജ്വല്ലറി ഓർണമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമോ? ചെന്നൈ സിൽക്സ്. ഏതാ? ചെന്നൈയിൽ സിൽക്സിൻ്റെ ശ്രീ കുമരൻ ടെക്സ്റ്റൈൽസിൻ്റെ ഷോറൂം കേട്ടോ. ഇത് ഐഡിയൽ സായിബാബ ഓർഗനൈസേഷൻ അതുകൊണ്ട് ഇവിടെ. ഓക്കെ. ശ്രീ സായിബാബയുടെ ടെമ്പിൾ കേട്ടോ. ഇത് നമ്മൾ പ്രതിമ ഉണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് ഇവിടെ ശരഭാണ ഭവൻ ചായപ്പൂടിയൊക്കെ ശരഭാണ ഭവൻ വേൾഡ്സ് #1 ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഇൻ ചെയിൻ. അവരുടെ ഇവിടുത്തെ ഷോപ്പാട്ടത് കേട്ടോ. അതുപോലെ നേരെ ഇപ്പുറം നോക്കി നിങ്ങൾ ICICI ബാങ്ക്, സഞ്ജന സാരീസ്, ICICI ബാങ്ക് ഉണ്ട്, അപർണാജി സിൽക്സ് ഉണ്ട്. ടോട്ടലി ഇവിടെ പ്യൂർ വെജിറ്റേറിയൻ ഉണ്ട് ഇവിടെ. ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട് ഇവിടെ. മഹാലക്ഷ്മി സിൽക്സ്. ഇതൊക്കെ ആക്ച്വലി തമിഴ്നാട് ബേസ്ഡ് സംഭവങ്ങളാണ്. അവരൊക്കെ ഇവിടെ ബ്രാഞ്ചസ് ഓപ്പൺ ആക്കി കാരണം അവർക്കറിയാം ഇവിടെ കച്ചവടം കിട്ടുന്നത്. ലക്കി സെൻറ്റർ
നാട്ടിലൊക്കെ പോലെ. ക്യാഷ് ആൻഡ് ക്യാരി എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ക്യാഷ് എടുക്കുമോ സാധനം എടുക്കുമോ, അതാണ് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്വാധീനമാണ് അതിൻ്റെ പേര്, ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പുറം പാരഡൈസ് ഉണ്ട്, പാരഡൈസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, നമസ്തേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടെ. ആ ഒരു ബ്ലാക്കിൽ ഒരു ഓറഞ്ച് ബോർഡ് കൊടുത്തിട്ട് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളേഴ്സിൽ അവരെ തീം ചെയ്തിട്ടുള്ളത്. പിന്നെ ഏഷ്യൻ പേൾ സീ ഫുഡ്സിൻ്റെ ഹൈദരാബാദി സ്പൈസ് ഉണ്ട്, നിറാള ഒറിജിനൽ. ഇതും സ്വീറ്റ്സ് ആയിട്ട് എന്നിട്ട് നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് കാണുമ്പോൾ. അത് ഇല്ല ഇപ്പം നിലവിൽ. ലോണ്ട്രിയിലിട്ടുണ്ട്. അപ്പുറമുണ്ട് മുരുകൻ ഇഡ്ഡലി കിട്ടുവാ. ഇപ്പോൾ കറന്റ് അവിടെ ക്ലോസ്ഡ് ആണോ അതുകൊണ്ട് കോവിഡായിട്ട്. അടിപൊളി. നാട്ടിലത്തെ ജ്വല്ലറി സ്റ്റൈൽ കണ്ടത് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട്. ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ്. ഓക്കെ ഓക്കെ, നെയിലിൻ്റെ ടൈപ്പ് അല്ലേ. ഫൈൻ. നൂരി പ്രൈഡ് ഹലാൽ ബച്ചേഴ്സ്. അത് ഇതാട്ടോ, മീറ്റാണ്. ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടത്തെറ്റ് പോലെ തോന്നുന്നു, കാരണം ഞാൻ റണ്ണിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ട് അത് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചാൻസ് കഫേ ഉണ്ട്. വേറെന്തല്ല ബ്രോ? മാങ്ങ പാകിസ്ഥാനിൽ വരുന്ന ഇന്ത്യൻ ബാദ്മി മാംഗോ ഉണ്ട്. ഗണേശ ജ്വല്ലേഴ്സ്. സോറി, പക്ഷേ ക്ലോസ് ആട്ടോ. ഗണേശ ജ്വല്ലറൊക്കെ കൂട്ടിയിട്ടുള്ളത്. സീലൻ സൂപ്പർ സ്റ്റോർ. ഇവിടെ എല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് സ്ട്രീറ്റിൽ. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ മറ്റുള്ള ലൊക്കേഷൻസിൽ ഇവർ സാധനങ്ങൾ വെച്ച് വെക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എല്ലാ ബോറോയിലും അവർ ഈ ന്യൂഹാം എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കൂടുതൽ. അതുപോലെ ഈ കൗൺസിൽ റൺ ചെയ്യുന്നതും ഏഷ്യൻസ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇവർ ഈ ഭാഗത്ത് മൊത്തം നല്ല സപ്പോർട്ടാണ്. നല്ല മണലുണ്ട് അരിൻ്റെ ലൈറ്റ്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഇത് അരിൻ്റെ ലൈറ്റ് വേവിച്ച് ബിരിയാണിനെ മണാൻ തോന്നുന്നു. ഞാനിപ്പോൾ കാണുന്നത് ആനന്ദ് ട്രാവൽ ഉണ്ട്, അരിസ്റ്റോ ട്രാവൽ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇപ്പം പ്രിയ ഉണ്ട്, സമ്പൽ ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, കാൽജി കോഫി. നമുക്ക് എത്ര ദൂരം കൂടി ഉണ്ട് ഇത്? ഇല്ല, കുറച്ച് അതുവരെ ഉള്ളൂ. മെയിൻ ഹൈ സ്ട്രീറ്റ് കവർ ചെയ്യുന്ന അതുവരെ ഉള്ളൂ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഫ്രൂട്ട്സാണ്. ഇത് നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടെ തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലായത് നമ്മുടെ സ്വന്തം ചക്ക കേട്ടോ. ചക്കൻ്റെ റേറ്റ് വെച്ച് എത്രയാണ്? കിലോന് എത്ര വെച്ചാൽ? നല്ല നാടൻ ചക്ക കേട്ടോ. ഇത് എന്തായാലും ഇവിടെ കെമിക്കൽ എന്തോ സാധനങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞേ? 699 പൗണ്ട് പെർ കിലോ. അത് 700 രൂപ. 700 രൂപ ഒരു കിലോ കേട്ടോ. ചക്ക എക്സ്പോർട്ട്. ഞാൻ കൂമ്പെടുത്ത് ഇപ്പം കൊണ്ടുവച്ച് കൂമ്പെടുത്ത് ഇത് കണ്ടോ നിങ്ങൾ? ഇതൊന്നും സാധനം മനസ്സിലായി. ഇനി നമ്മുടെ വാഴേൻ്റെ സ്വന്തം കൂമ്പ്. ഇതിന് റേറ്റ് വെച്ച് ഒന്ന് 649 per kilo. 650 രൂപ ഒരു കിലോന്. How much it will be? Can you check the price for it? We sorry. നോക്കട്ടെ ആ ഒരു കൂമ്പിന് എന്താ പറയുക. ഓക്കെ, 493. 500 രൂപേൻ്റെ മുതലായിട്ട്. ഇത് പറമ്പത്തുള്ള ആൾക്കാരാണ്, നമുക്ക് എക്സ്പോർട്ട് ചെയ്താലോ അല്ല. ഇത് ശ്രീലങ്കയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബിസിനസ് അത്, എക്സ്പോർട്ട് ചെയ്യാലോ. നാട്ടിൽ ഇറ്റ്സ് ഫ്രീ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാമല്ലോ. താങ്ക് യു. അവർ ചോദിച്ചപ്പോൾ പെർമിഷൻ തന്നു. പിന്നെ അതുപോലെ ഇവിടെ ചേനയൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറമ്പിൽ കിടക്കുമ്പോൾ ഇതിനൊന്നൊരു വിലയില്ല, പക്ഷെ നമ്മൾ ഇവിടെ വന്ന് വാങ്ങുമ്പം മുടിഞ്ഞ വില. തക്കാളിൻ്റെ വില ഉണ്ടോ? തക്കാളിൻ്റെ 1.49 പെർ കിലോ, ലൂസിന് 1.29 പെർ കിലോ. എന്ന് വെച്ചാൽ നാട്ടിലത്തെ ഒരു 130 രൂപ ഒരു കിലോ തക്കാളി കേട്ടോ. ഇതിൻ്റെ വെജിറ്റബിൾസിനൊക്കെ റേറ്റാണ്. നമ്മുടെ നാടൻ നേന്ത്രപ്പഴമുണ്ട്, ഇത് പച്ച കളർ അടിച്ചിട്ടുണ്ട്. ഇത് ചേനയുണ്ട്, ചേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, വഴുതനങ്ങയുണ്ട് വലുത്. വാവ്. കർമൂസ് എത്ര? കർമൂസ ഉണ്ട് ബ്രോ. 500 രൂപ ഉണ്ട് ഒരു കർമൂസ്. ഇപ്പോൾ മനസ്സിലായല്ലോ ലണ്ടനിൽ 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന എന്തിനാന്നുള്ളത്. നമുക്കിവിടെ ചിലവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വെസ്റ്റ് ഹാമിലെ വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു വില കാണുന്നത്. ഈ ഒരു ഇതധികം ശ്രീലങ്ക തേങ്ങയാണ് കേട്ടോ. പിന്നെ ഇവരിത് നശിച്ചു പോയിരിക്കാൻ വേണ്ടി തോന്നുന്നു ഇവിടെ എന്തോ മെഴുകെന്തോ വാക്സ് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് വാക്സ് ഇട്ടാൽ കുഴപ്പമില്ല, ബാക്കി ഫ്രൂട്ട്സിന് വാക്സ് ഇടുന്ന കുഴപ്പമില്ല കേട്ടോ. ഞാൻ കണ്ടു. ഓ പഠിച്ചോരെ, ഇത് നമ്മളെ സ്വന്തം കപ്പ കേട്ടോ. കപ്പൊക്കെ ഒരു വാക്സ് ഇട്ടിട്ടുണ്ട് പോയി കൊടുക്കാൻ വേണ്ടി. ഇത് വലിയ കപ്പ, ഇത് വലിയ കപ്പയാണ്. പിന്നെ ഇത് നമ്മളതിൻ്റെ ബത്താസ് എന്ന് പറയും, മധുരക്കിഴങ്ങായത്. ഇത് ശരിക്കും ലണ്ടനിൽ ഇവിടെ അല്ലാണ്ട് വേറെ പ്ലേസിലൊക്കെ നിങ്ങളുടെ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. കൂടുതൽ ഈസ്റ്റ് ലണ്ടനിലാണ് കിട്ടാറ്.
ഇപ്പം ഈസ്റ്റ് ഹാം പ്ലേസ്റ്റോ ക്രോയിഡോണില്ലേ നമ്മുടെ ക്രോയിഡോണ് അങ്ങനത്തെ ഏരിയകളിൽ മാത്രമേ ഈ ഏഷ്യൻ ഫുഡുകൾ ലഭിക്കാറുള്ളൂ. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് എങ്ങനെ വരുന്നത്? ചീപ്പാണ്, വളരെ ചീപ്പാണ്. ഒരു ഐ ക്യാൻ സേ ഹാഫ് ഇവിടെ ചീപ്പായിട്ട്. അപ്പോൾ ഇവിടെ 500 രൂപയാണ്, അവിടെ 1000 ആണെന്ന് അർത്ഥം. അവിടെ 1000 ആയിട്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എന്നാൽ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് സാധനം എക്സ്പോർട്ട് ചെയ്തൂടെ? എക്സ്പോർട്ട് ചെയ്യാം. പിന്നെന്താ കുഴപ്പം? ശ്രീലങ്കൻസ് ഒക്കെ അതാണ് ഇവിടെ ചെയ്യാറ്. മലയാളീസ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. എന്നാൽ പിന്നെ നമുക്കൊക്കെ തുടങ്ങിയാൽ പറയല്ലേ, നാടിൻ്റെ പറമ്പത്ത് പോവാ, ഒരു കണ്ണയം നിറച്ച് കൂമ്പ് വാങ്ങുക, ഇവിടെ കൊണ്ടുവരാം. പിന്നെ ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതാണ് ബെസ്റ്റ് ഫസ്റ്റ് തിങ് നോക്കേണ്ടത്. കാരണം ഫുഡിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ്, നാട്ടിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഫുഡാണ് ഇവിടെ അവൈലബിൾ ആവുന്നത്, ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. സെക്കൻഡും തേർഡും ആണ് എവിടെ കിട്ടുന്നത്? നാട്ടിൽ കിട്ടുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞതല്ലേ? എക്സ്പോർട്ട് നാട്ടിൽ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞത് കേട്ടത്. അതെ. പിന്നെ സൂപ്പർ മാർക്കറ്റ് നമുക്ക് അവില് മുതൽ പഞ്ചസാര മുതൽ ഒരു നമുക്ക് നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പാലക്കാട് എല്ലാം ഉണ്ട്. അരി, മട്ട, അത് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ ചാവടിക്കാൻ നിർത്തിയിട്ടുള്ളത്, ആ ഒരു മണമുണ്ട്, നല്ല നാടൻ കോഫീൻ്റെ ഒരു മണമുണ്ട്. അപ്പോൾ അതും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു തമിഴ്നാട് പോയി കറങ്ങി വരുന്ന ഒരു ഫീലാണ്. ഞാനങ്ങനെ പൊതുവെ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ മാർക്കറ്റുകൾ, സ്ട്രീറ്റുകളൊക്കെ വാക്ക് ചെയ്യാറുണ്ട്, അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകാൻ പാടില്ല, നമ്മൾ ട്രാവലറായിട്ട് പോകണം. നമ്മൾ ടൂറിസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് കവർ ചെയ്ത്, അല്ലെങ്കിൽ ടവർ ബ്രിഡ്ജ് കവർ ചെയ്ത്, ബക്കിംഗ്ഹാം പാലസിൽ പോയി, അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് പോയിട്ട് തിരിച്ചു പോകും. പക്ഷേ അതല്ല, നമുക്ക് ആ സമയത്ത് നമുക്ക് കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. തമിഴ്നാട്ടുകാരാണ് അല്ലെങ്കിൽ ശ്രീലങ്കക്കാരാണ് ശരി തന്നെ, പക്ഷേ ഇപ്പോൾ അവർ ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്, അവരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം ഇതും അവരുടെ ഒരു ലോകമാട്ടോ. ഇതിലൂടെ നമ്മൾ 1-2 കിലോമീറ്റർ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഞാനീ പറഞ്ഞ നല്ല കോഫീൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് ഒരുപാട് ആൾക്കാരെ കണ്ട് വാക്ക് ചെയ്യാൻ എനിക്ക് മെൻ്റലി നല്ല റിലാക്സ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പോയൊരു ഫീലാണ് എനിക്ക് വരുന്നത്. നമ്മൾ ഏത് കൺട്രി പോയാലും നമ്മൾ ഇതുപോലെ ലോക്കൽ അവിടുത്തെ പ്ലേസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി കോഫി എത്തിയിട്ടുണ്ട്. ചോക്കട്ടെ, അടിപൊളി. സ്വിച്ച് ഓഫ് ആയി ഇല്ല, പൊട്ടാ ഡിസ്പ്ലേ ഇട്ടാൽ മതി. അടിപൊളി കേട്ടോ. സോ ഇനി എന്താ പറയുക, ഇനിയിപ്പം ഇത് നമ്മൾ ഇവിടുന്ന് നേരെ ക്രോയിഡോൺ പോകണം. ഒരു സെക്കൻഡ്, ഇങ്ങനത്തെ പറ്റും ബാർബർ ഷോപ്പ്, മലയാളീസിന്റെ 2 ബാർബർ ഷോപ്പ്. മലയാളീസിന്റെ ബാർബർ ഷോപ്പായിട്ട് നമുക്കൊന്ന് മുടി വെട്ടാലും ഇവിടെ ആകുമ്പോൾ കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ബാർബർ ഷോപ്പ്. അപ്പോൾ ഇവിടെ കയറി ഞാൻ ഷേവ് ഒക്കെ ചെയ്തു. ഇവിടേക്ക് ഇവിടുത്തെ മലയാളികൾ കേട്ടോ. പറഞ്ഞു. ഞാനിവിടെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് സിയാവുൽ ഹക്ക്. മല്ലുവിനെ ഇവിടുന്ന് കാണാൻ പറ്റിയില്ല, ലണ്ടനിൽ നിന്ന് കാണാൻ പറ്റിയില്ല, വളരെ സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് റിഫത്ത്. മല്ലു ട്രാവലിനെ അവിടുന്ന് കണ്ടതിൽ വലിയ സന്തോഷം. ആ സന്തോഷത്തിൽ വേർഡ് മാറ്റി വെച്ച് പേര് പറഞ്ഞു. എൻ്റെ പേര് ഷെരീഫ്, ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നു. ഓക്കെ ഫൈൻ. മുതലാളി താങ്ക്സ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഞാൻ മുടിയൊക്കെ മുറിച്ച് ഷേവ് ചെയ്തിട്ടുണ്ട്. മുടി കുറച്ചില്ല, ഷേവ് മാത്രമേ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് സെക്കൻഡ് ഷേവ് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് കേരള ബാർബർ ഷോപ്പിന് പേരുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ കടയിൽ തന്നെ വന്ന് വളരെ സന്തോഷം. എൻ്റെ പേരിൽ ഇവിടെ വരുന്ന ഒരു 20 ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കട്ടിങ് നമ്മൾ പ്രൊമോ കോഡ് യൂസ് ചെയ്യാം. മല്ലു ട്രാവലർ പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെങ്ങോട്ട് ഇപ്പോൾ ക്രോയിഡോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെ എന്തുള്ളത്? അവിടെ ഇതുപോലെ നമ്മൾ ഏഷ്യൻസ് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് ക്രോയിഡോൺ. ഈസ്റ്റ് ഹാമും ക്രോയിഡോൺ ആണ് ഈ ഈസ്റ്റ് ലണ്ടനിലല്ല ലണ്ടനിൽ മലയാളീസ് ആയാലും പാകിസ്ഥാനീസ് ആയാലും ശ്രീലങ്കൻസ് ആയാലും നമ്മളെ ഏഷ്യൻ കമ്മ്യൂണിറ്റി കൂടുതലായിട്ടുള്ള ഏരിയ. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന അങ്ങോട്ടേക്ക് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞൊരു ടണലാണ്. തേംസ് നദിയുടെ അടിയിലേക്കുള്ള ടണലാണ്. ശരിക്കും ഈ ഒരു വാള് കൺസ്ട്രക്ട് ചെയ്തത് 1892-നും 1897-നും ഇടയിലാണ്. പക്ഷേങ്കിൽ അത് 22 മെയ് 1897 ഓപ്പൺ ചെയ്തത് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ എന്ന് വെച്ചാൽ TFL എന്നുള്ളവരാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. തേംസ് നദിയുടെ ഈസ്റ്റേൺ ഭാഗത്തായിട്ട് അതിൻ്റെ അടിവശത്തൂടെയാണ് ഈ ടണൽ പോകുന്നത്. അപ്പം നമ്മൾ ഒരു ഭാഗത്ത് നിന്നും മറ്റോ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി ഏകദേശം നമുക്ക് 2 മിനിറ്റോളം നമുക്ക് ദൂരം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ടണലിലൂടെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഈ മൊബൈൽ റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം നമ്മൾ അണ്ടർ വാട്ടർ പോകുന്ന അതേ സീൻ തന്നെയാണ്. നമ്മുടെ ഈ ടണലിൻ്റെ മുകളിലായിട്ട് വെള്ളമുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ തുർക്കിയിൽ വെച്ച് കണ്ട് അതേ ടൈപ്പ് തന്നെ തുർക്കിയിൽ നമ്മളൊരു ടണൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിന് അടിയിലേക്കൂടെ തേംസ് നദിയുടെ അടിയിലേക്കൂടെയാണ് ഈ ഒരു ടണൽ വരുന്നത് കേട്ടോ.
പിന്നെ ഇതിൻ്റെ അകത്തുള്ള സ്പീഡ് എന്ന് പറയുന്നത് 48 km/h ആണ് പിന്നെ മാക്സിമം സ്പീഡ്. പക്ഷേ 30 m/h മുതൽ 48 km/h വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത് 1350 മീറ്റർ, ഏകദേശം 4430 ഫീറ്റാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ അതുപോലെ ഈസ്റ്റേൺ സൈഡാണെങ്കിൽ 1174 ഫീറ്റാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്ത് എത്താൻ വേണ്ടി ഏകദേശം നമ്മൾ 2 മിനിറ്റ് സമയമെടുത്തു. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ 2 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മളിപ്പോൾ ക്രോയിഡോണിലെത്തിയിട്ടുണ്ട്. അപ്പം സംഭവം ഒരു 1.5 മണിക്കൂർ അവിടെ വേറെ കാര്യത്തിൽ തിരക്കായിപ്പോയി. ഇപ്പോൾ നമ്മളെ കൂടുതലും മറ്റവും പോയി, നമുക്ക് വേറെ ആളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഏഷ്യൻസിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഇന്ത്യൻസും അതുപോലെ തമിഴൻസും ഒക്കെ. ആ മാർക്കറ്റ് കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഓക്കെ, പാടാ ശരിമോൻ. ശരിമോൻ അവിടെ ബിസിയാണ്. ശരിമോൻ വേറെ അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനെയും കൂടെ ഒന്ന് പിക്ക് ചെയ്യാൻ നമുക്ക് നടന്നിട്ട് നോക്കാം. റാശി രാവിലെ വന്നതാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 5 മിനിറ്റ് ലേറ്റ് ആയതിന് ഞാൻ കൂട്ടിയിട്ടില്ല. ഹിസ്റ്ററി മൊത്തം പഠിച്ചു. അപ്പോൾ ഇതിന്റെ എന്ത് ഇൻഫോർമേഷൻ വേണമെന്ന് ചോദിച്ചു. ഏത് എന്നാ പറ, ക്രോയിഡോൺ സ്പെല്ലിംഗ് എന്നാടാ? മാറിപ്പോയി. വാ അപ്പം പറ, ഹിസ്റ്ററി പറയാ. പിന്നെ എന്താ പറയുക, റാശി കാസർഗോഡായിരുന്നു കേട്ടോ, നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ വന്ന മുതൽ റാശി എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ റാശി ഇവിടെ കുറച്ച് ബിസി പേഴ്സണാണ്. ഈസ് എ മൾട്ടി ബിസിനസ് മാൻ ലുക്ക് ഉണ്ടെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, റാശി സാറിന് ഇന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോറിഡോൺ മാർക്കറ്റ് അല്ലേ, സ്ട്രീറ്റ് ഓർ മാർക്കറ്റ്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, നീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ റാശി എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്? ഭയങ്കര സ്ഥലമാണ്. ഓക്കെ, യുകെയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഓക്കെ, മാർക്കറ്റും കാര്യങ്ങളെല്ലാം. ഓക്കെ, കുറെ ഷോപ്സ് കാണും. അത് നമുക്ക് കാണുന്നുണ്ടാ. ഈ ഹിസ്റ്ററി എല്ലാം പറ, ഹിസ്റ്ററി എല്ലാം പറ. ഇത് 1956 ഓക്കെ, ജാക്ടോസ് കിങ്ഡം വഴി വന്ന ഒരു ഏരിയ ആണ്. സത്യം തന്നെയാണോ? കുറച്ചാണ് കാര്യം പറ. പറ, ബാക്കി പറയാം. ഓക്കെ, ഓനെ കോല നിങ്ങൾ നോക്കണ്ട, കാസർഗോഡായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കുറവാണ്. കാസർഗോഡിൻ്റെ മുത്ത് പറടാ, ഹിസ്റ്ററി പറ. എന്തിനും പറ. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവര് രാവിലെ 9 മണിക്ക് തുടങ്ങും, 5 മണിയാകുമ്പോൾ എല്ലാം കഴിയും. പക്ഷേ ഇന്ന് പറഞ്ഞു നിർത്തിച്ചിട്ടുള്ളത് 6 മണിക്ക് മല്ലു വരുന്നത്, അതുവരെ ക്ലോസ് ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് മൊത്തം. പിന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റാണ് വരുന്നത്. ഞാൻ ഇന്നിപ്പോൾ ട്രാംസ് കണ്ടില്ലല്ലോ. ഇവിടെ മാത്രമല്ലോ ട്രാംസ്? ഇവിടെ മാത്രമേ ഉള്ളൂ. അത് എനിക്കറിയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതാരോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി ട്രാംസ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ ലണ്ടനിൽ. അതാണ് എൻ്റെ സത്യം. ബ്രോ പറ ബ്രോ. ഫ്രാൻസ് അപ്പോൾ 1952 മുതൽ ഇവിടെ ട്രാം ഉണ്ട്. 1952. ഓക്കെ, ഇവിടെ മാത്രമേ ഉള്ളൂ ലണ്ടനിൽ ട്രാമുള്ള ഒരു ടൗൺ. ഇത് വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റാണ്. പക്ഷേങ്കിൽ അല്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് കൊട്ടയിൽ എടുത്തിട്ട് വാങ്ങിപ്പോവാം. ഇവിടെ കണ്ടോ, എല്ലാം ഇവർ ഡിവൈഡ് ചെയ്തിട്ട് മലയാളി കട ഉണ്ട്, ക്ലീൻ ചെയ്ത് ഇവർ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് എടുത്തിട്ട് പിന്നെ കൊണ്ട് പോട്ടോ. എന്ത് നാട്ടിൽ എന്ത് പറഞ്ഞു? ലണ്ടനിൽ എന്ത് എനിക്ക് ജോലി എന്ന് പറഞ്ഞത്? ഇവിടെ പൊട്ടാറ്റോ വെഡ്ജസ് സപ്ലൈ തുറന്നത് ഒന്ന് തുറന്നേ, തുറക്കടാ, അതിന്റെ വേഗം തുറക്കടാ. പോസ്റ്റ് ചെയ്യില്ലല്ലോ. ഇത് എന്തെന്ന് വെച്ചാ നല്ല നാടൻ പൊട്ടാറ്റോ. ഇതിൽ ലാപ്ടോപ്പ് ഇല്ല. ഇല്ലടോ, ഇതില്ല. ഇതാ വേഗമുള്ളത്. രാവിലെ മുതൽ പോസ്റ്റ് ആകപ്പാടുള്ളത് ഇതാണ്. 10 മണിക്ക് വരും പറഞ്ഞാൽ ഇവന്റെ ലുക്കെല്ലാം കണ്ടിട്ട് ഞാൻ വെച്ച് ഇവന്റെ വേഗം ഫുള്ള് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് കേട്ടോ. ലാപ്ടോപ്പ് ഞാൻ വിറ്റ്. എന്താണ് ഇത്? ഈ ഡ്രസ്സ് ഇതാരെ ഡ്രസ്സാണ്? ഇത് ജാക്കറ്റിൽ അറിയാം. സത്യം പറ, ആരെ ജാക്കറ്റ് ഇത്? ഷൂസ് ഒരു സോക്സ് ഇട്ടു എനിക്ക്. അടിപൊളി കേട്ടോ. അപ്പം നമ്മളെന്താ പറയുക, നമ്മളെ പുറകിലുള്ള അത് മലയാളിയുടെ ഒരു ഷോപ്പാണ്, വെജിറ്റബിൾ ഷോപ്പ്. അദ്ദേഹത്തിനോട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ട്രാംസ്.
നിർത്തിക്കടാ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രാംസ് കേട്ടോ. ഇവിടെ മാത്രമേ ട്രാം അവൈലബിൾ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. നമ്മൾ തുർക്കിയിൽ നമ്മൾ കണ്ടിരുന്നു. തുർക്കിയിലെ ആ ഒരു സ്ട്രീറ്റിൽ നമ്മൾ ഇതേപോലെ പഴയ ടൈപ്പ് ട്രാം കണ്ടിരുന്നു കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ലണ്ടനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തേ നമ്മുടെ ജോസഫേട്ടാ നിങ്ങളായി നമ്മളെ വ്യൂവേഴ്സിനോട് ഹായ് പറഞ്ഞു. ഹായ്. ലണ്ടനിൽ എന്താണ് പരിപാടി? നമ്മളിവിടെ വെജിറ്റബിൾ കടയുണ്ട്, അവിടെ ഫിഷ് കടയുണ്ട്. ഫിഷ് കട എവിടെ ഇല്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. വെജിറ്റബിൾ കഴിഞ്ഞിട്ട് പോകാം. ഫിഷ് കടയും വെജിറ്റബിൾ കടയും. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ? എത്ര വർഷമായി? 15 വർഷമായി ഇവിടെ തന്നെ. എങ്ങനെ പോകുന്നു? അടിപൊളി. ഇവിടെ 800 വർഷം പഴക്കമുള്ള മാർക്കറ്റാണ്. 800 വർഷം പഴക്കം. എടാ നീ 1956 ഏതോ സായിപ്പിന് പേര് പറഞ്ഞേ? ഇവൻ പറഞ്ഞ 1956 ഏതോ സായിപ്പ് വേണ്ടിയാണ് ഇവൻ പറഞ്ഞേ. ലണ്ടനിലെ ഏറ്റവും വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാർക്കറ്റായി ഇതല്ലേ. ഇത് കിളി പോയി. ഈ 800 വർഷത്തിൽ ആദ്യത്തെ ഏഷ്യക്കാരനാണ് ഞാനിവിടെ ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഫുള്ളും ട്രഡീഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷുകാരാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് ഏഷ്യക്കാരൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നതും സക്സസ് ആകുന്നതും. നമ്മൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ കടകളെല്ലാം വന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 10-25 ഏഷ്യൻ ഗ്രോസറി കടകളും ബുച്ചർ കടകളും. ഇവിടെ ആദ്യത്തെ ബുച്ചർ നമ്മുടെയാണ്. മത്സ്യത്തിന്റെ മലയാളി അല്ല, ഒരു ഇന്ത്യക്കാരൻ മീറ്റ് കട ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മീറ്റ് കട ഒരു ഇന്ത്യക്കാരൻ ചെയ്യുന്ന മീറ്റ് കട നമ്മുടെ ആയിരുന്നു ഇവിടെ. നമ്മൾ ഈ പിന്നെ മീറ്റ് നമ്മൾ മാറിയിട്ടാണ് പിന്നെ ഇപ്പം നമ്മൾ ഫിഷ് ചെയ്യുന്നത്. ഫാമിലിയാണുള്ളത്, സ്റ്റാഫാണുള്ളത്? സ്റ്റാഫാണ് കടകള്. എല്ലാം മൊത്തത്തിൽ ഹാപ്പി തന്നെ. നാട്ടിലെവിടെ പറഞ്ഞേ? 10 പേരോളം ഉണ്ട്, 10 സ്റ്റാഫുണ്ട്. നാട്ടിലെവിടെ? കുട്ടനാട്, ആലപ്പുഴക്കാരനാണ്. കുട്ടനാട്. എങ്ങനെ എത്തിപ്പെട്ടു UK-യിൽ? എവിടെ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? നമ്മളിങ്ങനെ ജോലി സാഹചര്യങ്ങൾ നോക്കി. ആദ്യമേ നമ്മൾ ബോംബെയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സൗദിയിലായിരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ എത്തി. ഗൾഫിൽ നിന്ന് ഇവിടെ എത്തി. നമ്മൾ ദുബായ്ക്കാരനാണ് കേട്ടോ. ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സബ്സ്ക്രൈബറാണോ? നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. റിയലി അപ്രീഷിയേഷൻ. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മൾ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ ഏത് രാജ്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വെജിറ്റബിൾ വെണ്ടറാണ്. അപ്പോൾ നിങ്ങൾ മെയിൻ പ്രൊഡക്റ്റുകൾ UK-ന്ന് പുറത്തുനിന്ന് എവിടെ നിന്ന് വരുന്നത്? നമുക്ക് UK-ന്ന് കൂടുതൽ വരുന്നതല്ല. എനിക്ക് കൂടുതലും കരീബിയൻ കസ്റ്റമേഴ്സാണ്. ജമൈക്ക, കരീബിയൻ. എനിക്കിതെല്ലാം ഈ കരീബിയൻ കസ്റ്റമേഴ്സിൻ്റെ ഈ യെല്ലോ യാം, ജമൈക്കൻ സ്റ്റഫുകൾ. ഈ ഇവരുടെ മാങ്ങ ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. ഇത് എന്നാ പറയുന്നത്, അതെല്ലാം 7.99 കിലോയ്ക്ക് വയ്ക്കുന്നത്. ഈ ഈസ്റ്റ് ഇന്ത്യൻ മാങ്ങ എന്ന് പറയുന്നത് 790 കിലോന് 7.99. സോറി, ഇത് ജൂലി മാങ്ങ എന്ന് പറയും. അതുപോലെ നമ്മളിവിടെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ 10 വാരി ഗുണിച്ചാൽ ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ 100-102 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ റേറ്റ് പറയുമ്പോൾ നിങ്ങൾ 100 വാരി ഗുണിച്ചാൽ മതി. 7 എന്ന് പറയുമ്പോൾ 7 × 100 700 അങ്ങനെ കേട്ടോ. സോ ഇവിടെ ഈ ബറോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബറോയിൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് എത്നിക് മൈനോറിറ്റി ഏഷ്യൻസ് എല്ലാം കൂടുതലുള്ളൊരു ബറോയാണ് ലണ്ടനിൽ. ഇവിടെ നമ്മൾ ഈ ബ്ലാക്ക് എത്നിക് മൈനോറിറ്റി ഇവിടെ 55% എന്ന് വെച്ചാൽ ഇവിടെ മജോറിറ്റിയാണ് ഈ ക്രോഡൻ ഭാഗത്ത്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മറ്റ് ഈ എത്നിക് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കൂടുതൽ മൂവ് ചെയ്യുകയും ഇവിടെ കൂടുതൽ അത് ആ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ എന്താ പറയുക, ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് ഈ ഏരിയയിലേക്ക് ഒരു ഫ്ലോ ഉണ്ട്. ഈ രീതിയിലുള്ള കസ്റ്റമേഴ്സ് കുറച്ച് കാലം മുമ്പിൽ. ഏതായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ജോസഫേട്ടിൻ്റെ കടയിൽ നിന്ന് മലയാളികൾക്ക് വരുന്നുണ്ട് സ്ഥിരമായിട്ട്. മലയാളി കസ്റ്റമേഴ്സ് ഉണ്ട്. മലയാളി കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കടയിലൊക്കെ കസ്റ്റമേഴ്സ് മലയാളി കസ്റ്റമേഴ്സ് ഉണ്ട്. മലയാളികളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും പേര് ജോസഫോടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാനത് കാണിച്ചത്. ഈ വർഷത്തെ അവാർഡ്, ഇതിന്റെ ഫാമിലി ബിസിനസ് അവാർഡ് നമുക്കായിരുന്നു 21 ഈ ക്രോഡൻ ബറോയില്. അടിപൊളി. ഏതായാലും ജോസഫേട്ട ഓൾ ദി ബെസ്റ്റ്. മലയാളികൾക്കിടയിൽ ഇങ്ങനെ ഒരാൾ മലയാളികൾക്ക് അറിയിക്കാൻ പറ്റിയ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ ആൾക്കാരെല്ലാം എല്ലാ മേഖലയിലും ഉണ്ട്. നമുക്ക് ആ ഒരു എന്നാ പറയുക, നമുക്കൊരു എയിം വേണം. നമുക്ക് മുമ്പോട്ട് പോകണം. നമ്മളേത് പ്രതിസന്ധി അതിജീവിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു എയിം മാത്രം മതി നമുക്ക് മുമ്പോട്ട് പോകുന്നതിന്. ദൈവം കണ്ടില്ലേ, ഈസ് എ ബിഗ് ഓഫീസർ. ലുക്കിൽ അങ്ങനെ ലണ്ടനിലെ കിങ് ഞങ്ങൾക്ക് കഴിയില്ല. അത് ശരിക്കും ഒരു സക്സസ് സ്റ്റോറിയാണ്. ഒരു മലയാളിയാണ്, കുട്ടനാട്ടുകാരനാണ്. ഇവിടെ വന്ന് ഈ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു കച്ചവടം തുടങ്ങുന്നത്. എല്ലാ തരത്തിലും വെജിറ്റബിളും മീനും ഒക്കെ മൂപ്പരാണ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങുന്നത് ഏഷ്യനിൽ. അപ്പോൾ അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. സോ എന്താ പറയുക, ഇവിടെ കൂടുതൽ ആഫ്രിക്കൻസ് ആണ്, ഏഷ്യൻസും ആഫ്രിക്കൻസും. അവിടെ നമ്മൾ ശ്രീലങ്കൻസിനെ കണ്ടില്ലേ, ഇതുപോലെ ഇവിടെ കൂടുതൽ ആഫ്രിക്കൻസും ഏഷ്യൻസും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. പക്ഷേ മലയാളീസൊന്നും കാണുന്നില്ല ഞാൻ. ഈസ്റ്റാം പോലെ തന്നെ ഏഷ്യൻസ് കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ക്രോഡൺ. ആർക്ക് ചോദിച്ചാലും ഫെമിലിയർ ആയിരിക്കും ഈസ്റ്റാം ഓർ ക്രോഡൺ. ട്രാം പോകുന്നതാണെന്ന് രസമാണ്. ട്രാം കാണുന്നുണ്ട് ഇവിടെ വരണം, നേരത്തെ പറഞ്ഞ തന്നെ. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെയല്ല ഈ ഒരു സ്ട്രീറ്റ്.
കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ ഇവിടെ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്കൻസ് അതുപോലെ ഏഷ്യൻസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കടകൾ ഷോപ്പുകളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. പക്ഷേ വേറെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 5:30 മണിക്ക് ഞങ്ങളൊരു പരിപാടി ഉണ്ട്. ലൊക്കേഷനിൽ വരുന്നതിന് ബ്രോ പിക്കാലി സർക്കസിൽ ഞങ്ങൾക്കൊന്ന് പോകണം. പിന്നെ അവിടെ ഒരു 10-20ഓളം ആൾക്കാർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോകാം ബ്രോ. അല്ല നമുക്ക് തിരിച്ചു പോകാമല്ലോ. നമ്മൾ ജോസഫേട്ടൻ്റെ കട കാണാൻ പറ്റില്ല, അയാളെ മലയാളികൾക്ക് കാണിക്കാൻ പറ്റുക, അതന്നെ വലിയൊരു കാര്യം. പിന്നെ ഈ ക്രോയിഡോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഹോം ഓഫീസ് എന്ന് വെച്ചാൽ ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. ആ ഇമിഗ്രേഷൻ ഓഫീസ് നമ്മുടെ ഈ വെസ്റ്റ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വലിയ ബിൽഡിംഗ് ആണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിസ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വരുന്നത് ഈ ബിൽഡിങ്ങിലേക്കാണ്. ഇതാണ് അവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ UK ഇപ്പോൾ നിങ്ങൾ വിസയില്ലാത്ത ഒരു ഷോപ്പിൽ ജോലി ചെയ്തും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അനുവദിച്ച സമയത്ത് കൂടുതൽ ജോലി ചെയ്തു അങ്ങനെയൊക്കെയാണ് ഹോം ഓഫീസിന് ആൾക്കാരാണ് വന്നിട്ട് പൊക്കിക്കൊണ്ട് പോകാം. ഈ UK എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡംസ്. അപ്പം കിങ്ഡംസ് വെച്ചാൽ എന്താ പറയുക, പണ്ടത്തെ എന്താ പറയുക, അതിന് എന്താ പറയുക, ഇപ്പം അതിന് രാജ്യം അല്ല, രാജ്യം. അപ്പോൾ സ്കോട്ട്ലൻഡ്, വെയിൽസ്, അതുപോലെ അയർലൻഡ്, ഇംഗ്ലണ്ട്, ഈ 4 കിങ്ഡംസ് കൊടുത്താണ് യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതാണ് UAE, ഷാർജ എമിറേറ്റ്സ് അല്ലെങ്കിൽ അബുദാബി എമിറേറ്റ്സ് എല്ലാം പോലെ. അതുപോലെ ഇവിടെ 4 എമിറേറ്റ്സ് ആണ് ഈ പറഞ്ഞ സ്കോട്ട്ലൻഡും അയർലൻഡും വെയിൽസും ഇംഗ്ലണ്ടും. ആ ഇംഗ്ലണ്ടിൽ ആകെ 2 ഹോം ഓഫീസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഷെഫീൽഡിലും പിന്നെ ഒന്ന് ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു ക്രോയിഡോണിലും. അപ്പം ഇതാണ് കുറച്ചും കൂടി ആൾക്കാർ കൂടുതൽ വരുന്നത് ഇങ്ങോട്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും വിസ സംബന്ധമായ കാര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാം. അയർലൻഡിൽ നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ നോർത്തേൺ അയർലൻഡിലാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെയാണ് നമുക്ക് പെർമിറ്റ് ഉള്ളൂ. മെയിൻ ലാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വിസ വേണം. അപ്പോൾ നമ്മൾ നേരെ മീറ്റപ്പിൻ്റെ പോയിന്റിലേക്ക് വേണേ. നമ്മുടെ റാഷിയൊക്കെ പുറകിലുണ്ട്. റാഷി എനിക്ക് റൂഫ് ടോപ്പ് ഓപ്പൺ ആക്കണം കേട്ടല്ലോ. സംവിധാനങ്ങളുണ്ടല്ലോ, എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനവും. നിങ്ങൾ ഇത്ര സമയം കണ്ടത് ഇവിടുത്തെ മലയാളികൾ മീറ്റ് ചെയ്താണ്. പിന്നെ ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, അതുകൊണ്ട് എല്ലാവരും മാറ്റി നിർത്തി, എല്ലാവരും അകറ്റി നിർത്തിയിട്ട് 1 by 1 ആയിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുത്ത്. നമുക്ക് കാണുന്നതൊക്കെ നമ്മൾ മലയാളി സ്റ്റുഡൻസാണ്. ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ റെസിഡൻസിലുള്ള ആൾക്കാരൊക്കെയാണ്. സോ ഹാപ്പി. ശരിക്കും ഇതല്ല ഇവിടുത്തെ ക്രൗഡ്. ഇവിടെ 3 ലക്ഷത്തിന് മുകളിൽ മലയാളികൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ആരോടും പറയാം, നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ 10-15 ആണെന്ന് കൺസെപ്റ്റ്. 30 ആൾ കൂടുതൽ നമുക്ക് ഔട്ട്ഡോർ നമുക്ക് എന്താ പറയുക, ഔട്ട്ഡോർ അങ്ങനെ കൂടാൻ പാടില്ല. സോ ഗൈസ് ഒരു ഹായ് പറ, ഒച്ചയാക്കണ വല്ല ഹായ് പറഞ്ഞാൽ മതി. എല്ലാവരും ഹാപ്പി അല്ല? വന്ന് നിങ്ങൾ കാര്യം നടന്നില്ലേ? നീ എന്തിനാ പറഞ്ഞേ? എല്ലാവരും ഓക്കെ അല്ലടാ? ഹാപ്പി അല്ല? ഡബിൾ ഹാപ്പി എല്ലാവരും? ഓക്കെ, നമുക്ക് അത് മതി കേട്ടോ. സിറ്റുവേഷൻ ഇതായതുകൊണ്ടല്ലേ നമുക്ക് ഗ്രാൻഡ് ആക്കിയിരുന്നു. എനിക്ക് സംഭവം മനസ്സിലായി എന്താണെന്നുള്ളത്. ഓ ഞാൻ ഹാപ്പിയാണ് മൊത്തം ഷെയറായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്താ പറയുക, ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാം. ഇനിയിപ്പം നേരെ പോകണം, പോയിട്ട് ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഒന്ന് നമ്മുടെ ആ ഒരു കോയമ്പത്തൂർ ട്രൈബ് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരുടെ ഏഷ്യക്കാരുടെ ആ ഒരു ഏരിയ ആയിരുന്നു. അതിനുശേഷം നമ്മൾ അപ്പുറം പോയി. രണ്ടും അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്. ഇത് ഇവിടെ ഈ ഡിസ്പ്ലേ ഉണ്ടോ, ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആണുള്ളത്. ഫസ്റ്റ് ബ്ലോഗിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടിപൊളി നല്ല UK നല്ല കിടിലൻ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് എടുക്കണം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.